അതിഥി തൊഴിലാളി ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരില്ലാത്ത സമയത്ത് നമ്മൾ അവരെ കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ അങ്ങനല്ല. ഇപ്പം ചെറിയ ശമ്പളത്തിന് പോലും ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളുടെ കൾച്ചർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് 2 മണിക്കൂർ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു, അത് കഴിഞ്ഞ് 3 മണിക്കൂർ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ന്യൂജൻ ചെറുപ്പക്കാരുടെ കൾച്ചർ ഇവിടെയുണ്ട്. അപ്പോൾ ഈയിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, ഇപ്പം നമ്മൾ വലിയ മോളുകളിൽ പോകും. ആ മോളുകളിൽ ഇപ്പം വേണമെങ്കിൽ സർക്കാർ വേണം അത്തരം നിയമങ്ങൾ കൊണ്ടുവരാം, ലേബർ നിയമത്തിന് അത്ര അമെൻമെൻറ്റുകൾ കൊണ്ടുവരാം. വേണമെങ്കിൽ ഇപ്പോൾ കോട്ടയത്ത് ഒരു വലിയ മോളുണ്ടെങ്കിൽ ആ മോളിൽ വലിയൊരു നോട്ടീസ് പതിക്കാം, ഇന്ന ഷോപ്പിൽ ഇന്ന വേക്കൻസികളുണ്ട്, ഇത്ര അവേഴ്സ് ഡ്യൂട്ടി. അപ്പോൾ ഇപ്പം നമുക്കറിയാം നമ്മുടെ ഇവിടെ നാട്ടിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എൻ്റെ കുട്ടിക്കാലം ഒരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഉണ്ട്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ആരെങ്കിലും നിയമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? കുറേ നമ്മൾ അവിടെ എല്ലാം ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒരു സർക്കാർ സ്ഥാപനം. ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പ്രോപ്പറായി നടപ്പിലാക്കണം. അവിടെ എല്ലാ മനുഷ്യരും, ഞാൻ രസകരമായിട്ട് പറയുമ്പോൾ നമ്മൾ പറയും തൊഴിൽ കൊടുക്കുന്നത്, ഇപ്പം പിൻവാതിൽ നിയമനം വളരെ ഭീകരമാണ്. PSC വഴി റിക്രൂട്ട്മെൻ്റ് ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഈ സിസ്റ്റം പ്രോപ്പറാക്കിയാൽ, അതായത് സർക്കാർ ജോലി സർക്കാർ സംവിധാനത്തിലൂടെ മാത്രം, അതിന് രാഷ്ട്രീയ നിറം കൊടുക്കരുത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പം തൃശ്ശൂർ കോർപ്പറേഷനിൽ രാവിലെ ഒരു വാർത്തയാണ്, തൃശ്ശൂർ കോർപ്പറേഷനിൽ UDF LDF അല്ലെങ്കിൽ അവിടുത്തെ ഭരണകക്ഷി LDF UDF പറയണ്ട, ഭരണകക്ഷിയും പ്രതിപക്ഷം തമ്മിൽ അടി. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മേയറായിട്ടിരിക്കുന്ന ആളുടെ പാർട്ടിക്കാരിയുടെ ആളല്ല മേയറുടെ ഡ്രൈവർ, കഴിഞ്ഞ അവിടുത്തെ കോർപ്പറേഷൻ നിയമിച്ചതാണ്. അപ്പോൾ അവർ പറയുന്നത്, ഇനി ഞങ്ങളുടെ മേയർ യാത്ര ചെയ്യുന്നത് മറ്റേ പാർട്ടിക്കാരൻ നിയമിച്ച ഡ്രൈവർ കൂടെ പറ്റത്തില്ല, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിപ്പെട്ടവരാണ്, അപ്പോൾ അവരെ മാറ്റണം. അപ്പോൾ അത് ഇവരെ എങ്ങനെ നിയമിച്ചേ? ഇവരെ ഇഷ്ടക്കാരെ നിയമിച്ചതാണ്. അപ്പോൾ ഈ സിസ്റ്റം മുഴുവൻ പൊളിച്ചെടുക്കി ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർക്ക് 2-3 മണിക്കൂർ ഷിഫ്റ്റ് അനുസരിച്ച് ജോലി ചെയ്യാൻ അവർ തയ്യാറായിട്ടുണ്ട്. ചെറിയ ശമ്പളമാണ്. നമ്മൾ പറയും നമ്മുടെ മലയാളികൾക്ക് ഭയങ്കര ശമ്പളം. ആ കൾച്ചർ മാറി, ചെറുപ്പക്കാരോട് സംസാരിച്ച് അവരുടെ കൾച്ചർ മാറി. അപ്പോൾ വലിയ മോളുകളിൽ ഇത് പതിപ്പിക്കാം, ഇന്ന ഷോപ്പിൽ ഇന്ന വേക്കൻസി ഉണ്ട്, അത് ഗ്രാമങ്ങളിലേക്കും പടർത്താം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിഥി തൊഴിലാളികളുടെ ആ ഒരു വരവ് കുറയും.